വ്യാപാര മേഖലയെ സാരമായി ബാധിക്കുന്ന ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കണമെന്ന ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തകരാറിലായ പടന്നക്കാട് പ്രദേശത്തെ ബസ് സ്റ്റോപ്പുകൾ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും പ്രയോജനമാകുന്ന രീതിയിൽ പുനഃക്രമീകരണം, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന അനാവശ്യമായ റെയ്ഡ് അവസാനിപ്പിക്കണമെന്നും പടന്നക്കാട്ട് നടന്ന കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ പടന്നക്കാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമിതി ഏരിയ ട്രഷറർ കെ വി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന കേരളത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ വിവിധ സംഘടനകൾ ഈ കേരളത്തിനകത്ത് വ്യാപാരികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊടിയുടെയും അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷികളുടെയും നിറം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടന. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള പാവപ്പെട്ട ചെറുകിട വ്യാപാരികളെ അവരെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ പലതരത്തിൽ ചുരുക്കം വൻകിട വ്യാപാരികൾ ഉണ്ടാവും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന. നിരവധി പ്രക്ഷോഭ ക്യാമ്പയിൻ പരിപാടികൾ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. GDP-യുടെ വരുമാനത്തിൽ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര ഉൽപാദനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് കൃഷിയിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം നമ്മുടെ വ്യാപാര മേഖലയിൽ നിന്നാണ്. യൂണിറ്റ് പ്രസിഡന്റ് M. ശോഭനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സത്യൻ പടന്നക്കാട് വ്യാപാരി മിത്ര പദ്ധതി വിശദീകരണം നടത്തി. വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി M. അനിത വിവിധ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. M. ഗംഗാധരൻ, മനോജ് കരുവളം, K. V. ബിജു, K. സുമേഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജേഷ് കുരുന്തൂർ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി M. ശോഭനെ പ്രസിഡന്റായും, P. ബിനെ വൈസ് പ്രസിഡന്റായും, രാജേഷ് കുരുന്തൂരിനെ സെക്രട്ടറിയായും, അജയരാജിനെ ജോയിന്റ് സെക്രട്ടറിയായും, K. സുമേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.